ഇന്റേണൽ മാർക്കിലും അറ്റൻഡൻസിലും കൃത്രിമം കാണിച്ച് വിദ്യാർത്ഥികളെ പുറത്താക്കിയതായി പരാതി. തിരുവനന്തപുരം പാറശാല CSI ലീഗൽ സ്റ്റഡീസിൽ നിന്നും 44ഓളം വിദ്യാർത്ഥികളെയാണ് പ്രിൻസിപ്പൽ അകാരണമായി പുറത്താക്കിയത്. സെമസ്റ്റർ പഠനം തുടരാൻ കഴിയാതെ വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിൽ ആയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസമായി 44ഓളം വിദ്യാർത്ഥികൾക്കാണ് പാറശാല CSI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഗൽ സ്റ്റഡീസിൽ പഠനം നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. അറ്റൻഡൻസിലും ഇന്റേണൽ മാർക്കിലും കൃത്രിമം കാണിച്ച ഈ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കാതിരിക്കാനുള്ള ശ്രമം കോളേജ് പ്രിൻസിപ്പൽ നടത്തി. എന്നാൽ ലോകായുക്തയിൽ നിന്നും അനുകൂല അപ്പീൽ വാങ്ങി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണമെന്ന് ലോകായുക്ത വിധിയുണ്ടായിട്ടും കോളേജ് പ്രിൻസിപ്പൽ ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ ഓർഡർ വാങ്ങിയിരിക്കുകയാണ്. ഇത് കാരണം പഠനം തുടരാൻ കഴിയാത്ത അവസ്ഥയിലാണ് അക്കാദമികമായി മികച്ച നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികൾ പോലും. ഇപ്പോൾ ഏതാണ്ട് 6ാമത്തെ സെമസ്റ്ററാണ് ഞങ്ങളുടെ ക്ലാസ് എത്തിയിരിക്കുന്നത്. ഏതാണ്ട് 3 സെമസ്റ്ററിനോളം ഞങ്ങൾക്ക് റിസൾട്ട് വന്നിട്ടുണ്ട്. വന്ന എല്ലാ റിസൾട്ടിലും തന്നെ എനിക്ക് ടോപ്പ് റാങ്ക്, യൂണിവേഴ്സിറ്റിയിൽ ടോപ്പ് റാങ്ക് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതുവരെയായിട്ട് ഒരു സപ്ലിയോ അങ്ങനെയില്ല, ക്ലാസ് ടോപ്പറുമാണ്. എന്നിട്ട് ഇപ്പോൾ അടുത്തിടെയായിട്ട് വന്ന ദിനകർ എന്ന് പറഞ്ഞ ഞങ്ങളുടെ പ്രിൻസിപ്പൾ എന്നെയും എന്നെപ്പോലെ ഏതാണ്ട് 40ഓളം വിദ്യാർത്ഥികളെയും ഞങ്ങളുടെ കോളേജിൽ നിന്ന് അറ്റൻഡൻസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അറ്റൻഡൻസിൽ ക്രമക്കേട് കാണിക്കുകയും ഞങ്ങളെ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്തിരിക്കുകയാണ്. പ്രസവാവധിക്ക് അപേക്ഷിച്ച ഒരു വിദ്യാർത്ഥിനിയോട് പ്രിൻസിപ്പൽ മോശമായി പെരുമാറിയത് ചോദ്യം ചെയ്തതാണ് അന്യായമായി കോളേജിൽ നിന്നും പുറത്താക്കിയതിനു കാരണമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. പ്രിൻസിപ്പലിന്റെ വിദ്യാർത്ഥി വിരുദ്ധ നടപടികളിൽ പ്രതിഷേധിച്ച പെൺകുട്ടികൾക്കെതിരെ പാറശാല പോലീസിൽ പ്രിൻസിപ്പൽ കേസും കൊടുത്തു. ക്ലാസ്സിൽ സ്ഥിരമായി എത്തുന്ന വിദ്യാർത്ഥികൾക്ക് പോലും അറ്റൻഡൻസിന് മാർക്ക് നൽകിയിട്ടില്ല. BA LLB, BBA LLB, ത്രിവത്സര LLB കോഴ്സുകളിൽ നിന്നായി 44ഓളം വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. പ്രിൻസിപ്പലിന്റെ വിദ്യാർത്ഥി വിരുദ്ധ നടപടികൾക്കെതിരെ ശക്തമായ സമരപരിപാടികളിലേക്ക് ഇറങ്ങാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.